കഴിഞ്ഞ ദിവസം ലൈവില് അവിടെ ഋഷി ഭയങ്കര കട്ട കലിപ്പിലായിരുന്നു. കലിപ്പിൽ ആരുടെ അടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുടെ അടുത്തല്ല, അവിടെ ജാൻമണിയുടെ അടുത്താണ് ഋഷി ഭയങ്കര കലിപ്പില്. ജാൻമണിയും ഋഷിയും തമ്മിൽ ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജാൻമണിക്ക് അവിടെ സൗന്ദര്യപിണക്കമാണെങ്കിൽ അവിടെ ഋഷിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടായിരുന്നു. സംഭവം മറ്റൊന്നല്ല, ഋഷി തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഭയങ്കര പിണക്കം കാണിക്കുകയാണ് അവിടെ നിന്ന് ജാൻമണി. അത് ഋഷിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താനായിട്ട് ആരും വരുന്നത് എനിക്കിഷ്ടമല്ല എന്നവിടെ പറയുന്നുണ്ട് ഋഷി. ഇതുവരെ അൻസിബ പോലും അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ജാൻമണി അങ്ങനെ വരുന്നത്, എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നല്ല കേട്ടോ, നമ്മുടെ ജാൻമണിക്ക് ഋഷിയോട് ഒരു ചെറിയ പ്രണയം, അത്രയേ ഉള്ളൂ. അത് ഋഷിക്ക് ഡൗട്ട് അടിച്ചിട്ടുമുണ്ട്, ഋഷിക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുമുണ്ട്. യമുന കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, യമുന ചേച്ചി പറഞ്ഞപ്പോൾ എന്നവിടെ പറയുന്നുണ്ട് ഋഷി. കാലത്ത് തന്നെ, അതായത് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഋഷിയുടെ അടുത്ത് വെള്ളം ബോട്ടിൽ വെള്ളം കുടിക്കണം, നീ ഏത് നേരം വെള്ളം ബോട്ടിൽ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷിയെ ഭയങ്കര ഉപദേശമായിരുന്നു. ഋഷിക്ക് ബോട്ടിൽ കയ്യിൽ പിടിച്ച് നടക്കുന്ന ശീലമേ ഇല്ല, ഋഷി ഗ്ലാസ്സിൽ മാത്രമേ വെള്ളം കുടിക്കൂ. എൻ്റെ കാര്യം എനിക്ക് നോക്കാനേ അറിയാം, എന്തായാലും അത് ജാൻമണി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് ഋഷി മുഖത്ത് നോക്കി പറഞ്ഞു. അത് ജാൻമണിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം അവിടെ പുറത്തിരിക്കുകയാണ് അഭിഷേകും ഋഷിയും കൂടിയിട്ട്. വാതിൽ തുറന്നിട്ടിട്ട് പുറത്തിരിക്കുന്ന സമയത്ത് വന്നിട്ട് ജാൻമണി പറഞ്ഞു, അത് AC ഒക്കെ പോവും, AC-യുടെ ഡോറാണ് തുറന്നിട്ടിരിക്കുന്നത്, അടച്ചിടൂ അല്ലെങ്കിൽ അകത്ത് കയറിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് വന്നു. അത് വലിയ സ്വാതന്ത്ര്യത്തിൽ ഋഷിയുടെ അടുത്തേക്ക് വന്നതാണ്. ഋഷിക്ക് ദേഷ്യം വന്ന് ഋഷി അവിടെയും പ്രതികരിച്ചു. കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ജാൻമണി അല്ലല്ലോ ഇവിടത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി അവിടെയും മറുപടി കൊടുത്തു. അതിനുശേഷം പിന്നെ സിഗരറ്റ് റൂമിൽ പോയിരുന്ന ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ കരച്ചിലായിരുന്നു. അതിനുശേഷം നമുക്ക് കാണിക്കുന്നുണ്ട് അഭിഷേകും ഋഷിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് സഹിക്കുന്നില്ലാട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഋഷി പറയുന്നുണ്ട്, ഞാൻ അത്രയ്ക്ക് പൊട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അഭിഷേക് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ അവസാന ദിവസങ്ങളിൽ നീ ഇനി സീൻ വഷളാക്കാൻ നിൽക്കണ്ട, വിട്ടേക്ക് എന്ന് അഭിഷേക് പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. ഋഷി പറയുന്നത്, ഞാൻ അത്രയ്ക്ക് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഇവരുടെ സ്വഭാവം പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജാൻമണിയുടെ അടുത്ത് വന്ന് ഒന്ന് ചെന്ന് പറയുക, ഒന്ന് കരയാണ്ടായിരിക്കുന്നു പറയുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെറുതെ പേരിനെ വന്നിട്ട് എന്തിനാ നിങ്ങൾ കരയുന്ന, വന്ന് വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഫോർമലായിട്ട് വന്ന് വിളിക്കുന്ന അവിടെ ഋഷിയെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, രാത്രി ഇരുന്നിട്ട് യമുനയും ജിൻഡോയും ഇതിനെക്കുറിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജിൻഡോയുടെ അടുത്ത് യമുന പറയുന്നുണ്ട്, ആ ഋഷിക്ക് അവളുടെ അടുത്ത് ഒരു ഫ്രണ്ട് എന്ന നിലയിലോ ഒരു സിസ്റ്റർ എന്ന പോലെയോ ഒക്കെയുള്ള ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവളിങ്ങനെ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ, ഇവൾക്ക് ഇത്രയും സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ എന്താവും, അതിന് അവൻ എന്ത് പറഞ്ഞാലും അവൾക്ക് അത്രമാത്രം ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞിരുന്നത് എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. എന്തായാലും സംഭവം ഇതാണ്, അവിടെ ഋഷിയുടെ അടുത്ത് ഒരു പ്രണയമോ അതോ അങ്ങനെ മറ്റെന്തൊക്കെയോ ആണ് അവിടെ ജാൻമണിക്ക്. പക്ഷേ ജാൻമണിയുടെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അവിടെ ഋഷി മനസ്സിലാക്കി. ഋഷിക്ക് അതുകൊണ്ട് തന്നെ അത്ര ദേഷ്യമാണ് ഇപ്പോൾ ജാൻമണിയുടെ അടുത്ത് വരുന്നത്. ഒരാളുടെ അടുത്ത് ഇഷ്ടത്തോടു കൂടി പെരുമാറി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണോ തിരിച്ചു ചെയ്യേണ്ടത് എന്നാണ് ഋഷി ചോദിക്കുന്നത്.